ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ അനാമികയുടെ കാമുകനെയാണ് കാണിക്കുന്നത്. അയാൾ ഇങ്ങനെ കാത്തു നിൽക്കുക. അപ്പോഴേക്കും അനാമിക വന്നതും നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. അനന്തപുരിയിൽ നിന്നും നിനക്ക് പുറത്ത് കിടക്കേണ്ടി വന്നു അല്ലേ? അതെ, അങ്ങനെ പുറത്ത് കിടക്കേണ്ടി വന്നു എന്ന് കരുതി ഞാൻ ആ കുടുംബത്തെ വെറുതെ വിട്ടു എന്നൊന്നും നീ വിചാരിക്കേണ്ട സ്റ്റെബിൻ. എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാനത് നേടിയെടുത്തിരിക്കും. ഇനി നമുക്ക് ഒന്നിക്കാൻ അത്ര വലിയ തടസ്സങ്ങളൊന്നുമില്ല. അല്ല നമിക, നീ അനിയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞോ? അതിന് ബന്ധം പിരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊരു വാക്ക് പറഞ്ഞ ഒരു ലീഗൽ ഡിവോഴ്സിന് എപ്പോൾ വേണമെങ്കിലും തയ്യാറായിട്ട് നടക്കുവാനി. അവനാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ പറഞ്ഞ ഉടനെ അവൻ എവിടെ വേണമെങ്കിലും സൈൻ ചെയ്തു തരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിവോഴ്സിന് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ എന്തായാലും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ നിന്നും പുറത്തായതിനു ശേഷം എനിക്കിനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ വീട്ടിലെ മൂത്ത കൊച്ചുമോനായ ആദർശിൻ്റെ ലീലാവിലാസങ്ങൾ ഞാൻ പത്രക്കാരോട് വിളമ്പും. അതെന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു ചന്തുമോള്, ഒരു അനഘ, ഇവരുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞത് നീ മറന്നുപോയോ? എനിക്ക് ഓർമ്മയുണ്ട് അനാമിക. ആ കാര്യം ഞാൻ മീഡിയക്കാരോട് പറയും. അങ്ങനെ മീഡിയക്കാരോട് പറയുമ്പോൾ അവരെല്ലാം പുറത്തു കൊണ്ടുവരും. നാളെ അത് എല്ലാവർക്കും നാണക്കേടായി മാറുകയും ചെയ്യും. അനന്തപുരിയിലെ കിളവനും കിളവിയും കൂടെ ചേർന്ന് എന്നെ പുറത്താക്കിയപ്പോൾ ഒരു വിഷപ്പാമ്പിനെയാണ് നോവിച്ചു വിടുന്നതെന്ന് അവർ വിചാരിച്ചു പോലും കാണില്ല. എന്തായാലും ഞാൻ കടുത്ത തീരുമാനത്തില്ല. അങ്ങനെ ഈ കാര്യങ്ങൾക്ക് അവസാനം അത് കോടതിയിലെത്തും. കോടതിയിലെത്തി കഴിയുമ്പോൾ ഡിവോഴ്സ് വേണമെങ്കിൽ എനിക്ക് 10 കോടി രൂപ വേണമെന്ന് ഞാൻ ആവശ്യപ്പെടും. 10 കോടി രൂപയോ? അതെ, 10 കോടി രൂപ. നമുക്കാണ് 10 കോടി രൂപയോ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. എന്നാൽ അനന്തപുരിക്കാർക്ക് അതൊരു പ്രശ്നമേ അല്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്കിതിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അനന്തപുരിയെ ഇളക്കി മറിച്ച് 10 കോടിയും മേടിച്ച് നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാം. 10 കോടി തന്നില്ലെങ്കിൽ ഈ കേസിന് ഞാൻ ഒരു ഇടപെടലും നടത്തില്ല. ഇന്ന് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന കോടതിയാണ് ഉള്ളത്. അത് നിനക്കറിയാലോ. അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, പേടിയുമില്ല. എന്തായാലും ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുവാടാ സ്റ്റെബിനെ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അനന്തപുരിക്കാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അനന്തപുരിക്കാരിലെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും. ഓരോ ദിവസം പോകുന്തോറും മൂർത്തീസ് ജ്വല്ലറിയിലെ സെയിൽ കൂടി വരിക. അതിൻ്റെ കാരണം എന്താ? പണിക്കൂലിയോ കുറയ്ക്കുകയാണെങ്കിൽ ആൾക്കാർ മാറ്റു കുറയ്ക്കും. എന്നാൽ ഇവിടെ മാറ്റു കൂടുതലായിട്ടും പണിക്കൂലിക്ക് നല്ല കുറവാണ്. അത് നിനക്കറിയാലോ. അറിയാം. അതുകൊണ്ടല്ലേ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്നും എല്ലാവരും സ്വർണം മേടിക്കുന്നത്, അവിടെ മാത്രം തിരക്കൊഴിയാത്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്. മൂർത്തീസ് ജ്വല്ലറിക്കാർ ഇത്ര വിശ്വസ്തരാണെന്നും അവരെ വിശ്വസിച്ച് എന്തും മേടിക്കാമെന്നും നാട്ടുകാരുടെ വിചാരം. എന്നാൽ ആ വിചാരം ഞാൻ മാറ്റിയെടുക്കും. എന്തായാലും ഈ ലോകത്തുള്ള സകല മന്ത്രിമാരെ പോലും പെണ്ണുങ്ങളായിട്ട് ഇക്ഷ വരപ്പിക്കുന്നത്. ഒരു പെണ്ണ് വിചാരിച്ച എന്തും നടക്കുമെന്ന് ആ കിളവൻ അറിയില്ല. ആ കിളവനെ മൂക്കുകൊണ്ട് ഞാൻ ഇക്ഷ വരപ്പിക്കും. എന്തായാലും ഞാൻ കടുത്ത തീരുമാനത്തിലെ സ്റ്റെബിനെ 10 കോടിയും കൊണ്ട് ഞാൻ വന്നു കഴിയുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. എന്നാ ഞാൻ വരട്ടേടാ. സൂക്ഷിക്കണം. അനന്തപുരിയിലെ മൂർത്തി സാറ് അത്ര നിസ്സാരക്കാരനല്ല. അയാൾ ഭയങ്കര കില്ലാടിയാ. അയാളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ആരോടെ കളിക്കുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചിട്ട് വേണം അനാമിക കളത്തിലിറങ്ങാൻ. സാരമില്ലടാ, എനിക്ക് ഒരു പേടിയില്ല. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുത്തിയാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ പേടിയും ദേഷ്യവും വാശിയും ഒക്കെ ഞാൻ മാറ്റിവെച്ചു. എൻ്റെ മനസ്സിൽ വൈരാഗ്യം മാത്രമേ ഉള്ളൂ. ആ മൂർത്തിനോടും പിന്നെ ആ കുടുംബത്തോടുമുള്ള വൈരാഗ്യം. ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്ക് 10 കോടി കിട്ടാതെ ഞാൻ അവന് ഡിവോഴ്സ് കൊടുക്കത്തുമില്ല. എന്നാൽ ഞാൻ പോട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങ് പോവുക. അനാമിക പോയി കഴിഞ്ഞതും ആ സ്റ്റെബിൻ കൂട്ടുകാരോട് സംസാരിക്കുക. 10 കോടി രൂപ എനിക്ക് രാജ്യത്തേക്ക് പോകാനായിട്ട് ഒരു 10-20 ലക്ഷം രൂപ മതി, ഇല്ലെങ്കിൽ ഒരു 10-12 ലക്ഷം മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ്. എന്തായാലും അവളുടെ കയ്യിൽ നിന്നും കുറച്ച് കാശ് തട്ടാനാ ഞാൻ കൂടെ നിൽക്കുന്നത്. അതിനു മുമ്പ് കുറച്ച് ദിവസം അവളുടെ കൂടെ ചുറ്റിക്കറങ്ങി ഒന്ന് അടിച്ചു പൊളിക്കുക. പിന്നെ അവൾ ആഗ്രഹിച്ചതുപോലെ കുറച്ച് നല്ല ജീവിതങ്ങളും നല്ല സന്തോഷങ്ങളൊക്കെ കൊടുക്കുക. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എടാ, ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്കാണ് അവൾ കല്യാണം കഴിച്ചു പോയത്. എന്നിട്ടും ആ കുടുംബത്തിൽ നിൽക്കാൻ പറ്റാത്തവൾ നാളെ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോവില്ലെന്ന് ആര് കണ്ടു? അതെനിക്കറിയാലോ. പിന്നെ ഞാൻ അവളോടൊപ്പം നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് കാശ് വേണം. അവൾ അനന്തപുരിയിലേക്ക് കയറി ചെന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ആ ലക്ഷ്യം അവളുടെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ടാണ്.
ഞാൻ അവളുടെ കൂടെ നിന്നത്. പിന്നെ അനിയുമായിട്ടുള്ള വിവാഹവും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചുകൊണ്ട് അവൾക്കത് ഈസിയായി. അവളുടെ അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടിയാ അവൾ അനിയെന്ന ചെറുപ്പക്കാരനെ സ്നേഹിച്ചതും അവൻ്റെ കൂടെ പോയതും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ കൊണ്ടുവരുന്ന പൈസയും മേടിച്ച് അവളോടൊപ്പം 2 ദിവസം സുഖമായിട്ട് ജീവിച്ച് അവൾ എന്നെ ഒരുപാട് ആഗ്രഹിച്ചതാ. കോളേജിൽ പഠിക്കുമ്പോൾ മുതലേ ആ സന്തോഷമൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അതിനുശേഷം വെളിയിലേക്ക് ഒരു മുങ്ങണം. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല. അവിടെ ചെന്ന് നല്ല രീതിയിൽ നല്ല ജോലിയൊക്കെ ഒപ്പിച്ചതിന് ശേഷം ഒരു മദാമ്മയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം. അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനന്തപുരിയിലെ മൂർത്തി സാറുമായിട്ട് കളിക്കുന്നത് സൂക്ഷിക്കണമെന്ന്. ആള് കില്ലാടിയാണെന്ന്. എടാ, മൂർത്തി സാർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ. മൂർത്തി സാറിനെ ചൊടിപ്പിച്ചാലേ പിന്നെ അവളുടെ കാര്യം പോക്ക. അതെനിക്കറിയാം. അവൾ രണ്ടും കൽപ്പിച്ച് നടക്കുമല്ലേ? നടക്കട്ടെ. കിട്ടിയാ കിട്ടി, പോയാ പോയി. കിട്ടിയാ 10 ലക്ഷം എനിക്കും കിട്ടുമല്ലോ. അങ്ങനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സുഖമായിട്ട് ജീവിക്കും. എടാ, അവൾക്ക് എന്നോടുള്ള ഇഷ്ടമേ കോളേജ് മുതലേ തുടങ്ങിയതാ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇതേ ഭയങ്കര സന്തോഷത്തോടെ നടക്കുന്നത്. എന്തായാലും അവളെ ആനന്ദപുരിയിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് എന്നോടൊപ്പം ഹോട്ടൽ മുറികളിലും പാർക്കിലും ബീച്ചിലും ഒക്കെ ആയിട്ട് എൻ്റെ പിന്നാലെ ചുറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. എനിക്കൊന്നും നഷ്ടപ്പെടാനും ഇല്ലല്ലോ. അത് ശരിയാടാ. പക്ഷെ സൂക്ഷിക്കണം. ഒന്നിനും മടിയില്ലാത്തൊരുത്തി അവള്. അതെനിക്കറിയാം. എൻ്റെ കാര്യത്തിൽ അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്തായാലും പൈസ കിട്ടട്ടെ, അത് കഴിയുമ്പോൾ ഞാനൊരു മുങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരൻ്റെ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു അനിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ എൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അനിയുടെ ശബ്ദമാണ്. എന്നിട്ടും അതെനിക്ക് അവനോട് തുറന്നു പറയാൻ മടി. അവൻ്റെ ജീവിതത്തിലേക്ക് അനാമികയെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ജീവിതം തകരുമെന്ന്. എന്നാൽ അവൻ അനാമികയെ സ്വീകരിച്ചത് വെറും ഫ്രണ്ടായിട്ട് മാത്രമായിരുന്നു. എന്നോടുള്ള ഒരു ബന്ധവും അവൻ അനാമികയോട് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും എല്ലാം ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. ഈശ്വരന്മാരെ, നിങ്ങളുടെ കയ്യിലാണ് ഇനിയെല്ലാം. അനിയും ഞാനും ഒന്നിക്കണം. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള തടസ്സങ്ങൾ ഒരുപാടാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു കണ്ണാടിയിലേക്ക് നോക്കുക. നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ നിനക്കും അവനോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്തായാലും അവൻ്റെ ശബ്ദം കേൾക്കാനും അവൻ്റെ മെസ്സേജ് വരാനും നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവനും ആഗ്രഹിക്കുന്നുണ്ടാവും എനിക്ക് മെസ്സേജ് അയക്കാൻ. പാവത്തിൻ്റെ കയ്യിൽ ഫോണില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും സാരമില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കും. ഈ സമയം അനിയാണ് കാണിക്കുന്നത്. എന്തായാലും ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കാറുള്ളതാ, വിളിക്കാറുള്ളതാ. ഇത്രയും നേരമായിട്ടും എൻ്റെ മെസ്സേജ് കാണാതാവുമ്പോൾ അവൾ ടെൻഷൻ അടിക്കുമോ? ഇനി അവളെല്ലാം മനസ്സിലടക്കി വെച്ചുകൊണ്ട് നടക്കുവാണോ? എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടും എന്നോട് ഇഷ്ടമില്ലയെന്ന് അവൾ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? അല്ലെങ്കിലും പെൺകുട്ടികൾ അങ്ങനെയാണ്. മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കില്ല. ഇനി അങ്ങനെ നന്ദുവിൻ്റെ മനസ്സിൽ എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതായിരിക്കും എൻ്റെ ഹൃദയം ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് മനസ്സിലേക്ക് അവൾ കടന്നു വരുന്നത്. അവൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും, എന്നെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സ് അവളെ ആഗ്രഹിക്കുന്നത്. എന്തായാലും എനിക്ക് ഫോണ് കിട്ടിയിരുന്നെങ്കിൽ അവളെ ഒന്ന് വിളിക്കായിരുന്നു. ഈശ്വര, അവളെ വിളിക്കാഞ്ഞിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയും സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ജാനകിയാണ്. ജാനകി തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അബിയും ജലജയും കൂടെ വന്നു. അമ്മായി, എന്താടാ? എന്താ അബി? അമ്മായി, അനിയുടെ ഫോണ് അമ്മായിയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അതെ അനാമയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പാവം, അവൾ നല്ല കുട്ടിയായിരുന്നു. അവളെ ഇറക്കി വിട്ടിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നയനയുടെയൊക്കെ പ്ലാൻ അത് നടത്തി കൊടുക്കരുത്. അത് ഈ ജന്മം നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല. ആ SI എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ, ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാകും. എൻ്റെ അമ്മായി ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അമ്മായി, അനിയുടെ ഫോൺ അമ്മായിയുടെ കയ്യിലുള്ള സ്ഥിതിക്ക് നമുക്കൊരു ടെസ്റ്റ് നടത്തിയാലോ? എന്ത് ടെസ്റ്റ്? അല്ല, എപ്പോഴും അനിയാണ് വിളിക്കുന്നത്, അനിയാണ് മെസ്സേജ് അയക്കുന്നതെന്നല്ലേ ആ നന്ദു പറയാറ്. ഇന്ന് നമുക്ക് അങ്ങോട്ടൊരു മെസ്സേജ് അയക്കാം. എന്നിട്ട് അവൾ തിരിച്ച് റിപ്ലൈ ചെയ്താൽ അവൾക്ക് അനിയെ ഇഷ്ടമാണെന്നാണ് അർത്ഥം. എന്താ, നമുക്കൊന്ന് നോക്കിയാലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ അച്ഛനും അമ്മയും കൊണ്ട് ആ മെസ്സേജ് കാണിച്ചിട്ട് അവരെ വലിച്ചു കീറണം ജാനകി എന്നും ജലജ. അതെന്തായാലും ഞാൻ ചെയ്യും. എന്നാ മൊബൈൽ ഇങ്ങതാ.
അപ്പോൾ നമ്മുടെ ജാനകി മൊബൈൽ കൊടുക്കുക. അമ്മായി ഇതിൻ്റെ ലോക്ക് എന്താ? ARA എന്നാണ്. ഓ ARAN അല്ലേ, ശരി ശരി. ഇപ്പം തന്നെ അങ്ങനെ ARAN അടിച്ചു കൊടുത്തപ്പോഴത്തേക്കും ലോക്ക് ഓണായി. ഈ സമയമാണെങ്കിൽ നമ്മുടെ അബിയാണെങ്കിൽ മെസ്സേജ് അയക്കാൻ പോയടാ, നീ എന്തോ അയക്കാൻ പോകുന്നേ? സാധാരണ പെൺകുട്ടികൾ കഴിക്കുന്നത് ചോറ് കഴിച്ചോ, ഉറങ്ങിയോ എന്നൊക്കെ. ഓ എന്നാ അയക്കടാ, നമുക്ക് നോക്കാം. അങ്ങനെ അബി മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചപ്പോൾ നന്ദു ഓടി വരിക. ഓടി വന്ന മെസ്സേജ് കണ്ടു. ഹായ്, അങ്ങനെ അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൻ അറിയുന്നുണ്ട് ഞാൻ അവൻ്റെ മെസ്സേജിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയെന്ന്. എന്തായാലും ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് അവൻ്റെ മെസ്സേജിന് വേണ്ടി ഞാൻ എന്തോരം കാത്തിരിക്കുന്നുണ്ടെന്ന്. എന്തായാലും ഞാൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അവനെനിക്ക് മെസ്സേജ് അയച്ചല്ലോ, മതി, സന്തോഷമായി. ഇനി ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്ന അവന് സങ്കടമാവുമോ? സാരമില്ല, എന്നാലും വേണ്ട, ഇനി റിപ്ലൈ ഞാൻ കൊടുത്ത് അവൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പണിയാവും, വേണ്ട എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങ് പോവുക. ഇത്ര നേരമായിട്ടും അവൾ റിപ്ലൈ തന്നില്ലല്ലോടാ. അവളെ ഒരു SIയാ, കുടില ബുദ്ധിയാ. അതുകൊണ്ട് തന്നെ അവൾ മനഃപൂർവ്വം അയക്കാതിരിക്കുന്നതാ. എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോവുക. ഈ സമയം ജാനകി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം അഭിയെയും ജലജയും സംസാരിക്കുക. എടാ, അവൾ റിപ്ലൈ ഒന്നും തന്നില്ല, ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അനാമികയെ ചോടിപ്പിക്കുക, അതല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അഭി ഫോൺ എടുത്ത് അനാമികയെ വിളിക്കുകയാണ്. ഹലോ, ഹലോ, എന്താ അഭിയേട്ടാ? അനാമികയെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. മീഡിയക്കാർ വാർത്ത പുറത്തു വിടുന്നതിന് മുമ്പ് അത് സ്റ്റോപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാ ഇവിടെ ഉള്ളതൊക്കെ, അതെനിക്കറിയാം അഭിയേട്ടാ. അങ്ങനെ പറ്റാത്ത ഒരാൾക്കാരുടെ കയ്യിലാണ് ഞാൻ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ നടക്കണം. നിൻ്റെ ഒപ്പം ഞാനുണ്ട് അനാമികയെ. പിന്നെ ഒരിക്കലും ഞാനുള്ള കാര്യം ഇവിടെ ആരും അറിയരുത്. ഇല്ല അഭിയേട്ടാ, അഭിയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യുക. അനന്തപുരിയിലെ കിളവനെയും കിളവിയെയും കോടതി കയറ്റാനും ആദർശിനെ ജയിലിലാക്കാനുമുള്ള ഒരവസരം കിട്ടിയിരിക്കുക. അത് ഞാൻ പുറത്ത് കളയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക രേവതിയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ അഭി എന്തായാലും അനാമിക ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കും അമ്മേ. അവളെ വാടിപ്പോയ പെണ്ണ, ഇനി ഒരിക്കലും അവൾ തളരില്ല. വാടിപ്പോയെങ്കിലും ആ വാട്ടിലൊക്കെ മാറ്റിവെച്ച് അവൾ ഉറപ്പായിട്ടും പോരാടും. അനന്തപുരിയെ തകർക്കാൻ അവൾ നോക്കൂ. അവൾ ഒരിക്കലും ഇനി അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ അച്ഛൻ അത്യാവശ്യം കടക്കണിയിൽ കുടുങ്ങി നിൽക്കുന്ന ആളാ. അയാൾക്കടെ കടമൊക്കെ തീർക്കാനായിട്ട് അവൾ എന്തും ചെയ്യും. പക്ഷെ അമ്മ, എനിക്ക് പേടി അതിനിടയിൽ ഈ ഒരു സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം കേസായിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങാനും ആ നന്ദു കുത്തിപ്പോക്കി പുറത്തു കൊണ്ടുവരുമെന്നാ. അങ്ങനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യൂടെ മോനെ? അങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ പിടിക്കപ്പെടും. എടാ, അപ്പം നിൻ്റെ ഭാര്യയും കൊച്ചും എന്ത് ചെയ്യും? എൻ്റെ ഭാര്യയും കൊച്ചും ഉള്ളതാണ് എനിക്ക് ഏക ആശ്രയം. അതുകൊണ്ട് എങ്ങനെയും പിടിച്ചു നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്തായാലും അനാമിക ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിരിക്കൂടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജയെ സംസാരിക്കുകയാണ്. ഈ സമയം പിന്നീട് കല്യാണിയാണ് കാണിക്കുന്നത്. കല്യാണി കിരണിനെ വിളിക്കുക. ഹലോ കിരണേട്ടാ. എന്താ കല്യാണി? കിരണേട്ടാ, ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്ത് നോക്കിയേ. എന്താ കല്യാണി, എന്ത് പറ്റി? കിരണേട്ടനെ എടുത്ത് നോക്ക്. അപ്പോഴേക്കും കിരൺ അത് ഓണാക്കിയിട്ട് എടുത്ത് നോക്കുക. നോക്കിയപ്പോൾ കിരൺ ഞെട്ടിപ്പോയി. ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പെട്ടെന്ന് തന്നെ ആദർശിനെ വിളിക്കുക. ആദർശാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ്. അപ്പോൾ നയന വന്നിട്ട്, കിരണേട്ടനാണല്ലോ ആദർശേട്ടാ, എടുക്ക് നയനെ. ഹലോ, എന്താ കിരണേട്ടാ? കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? മൂടി വെച്ചതെല്ലാം പുറത്തു വന്നല്ലോ നയനെ. ആദർശ എവിടെ? ആദർശേട്ടനോ? ഇത് ഇവിടെ ഉണ്ട് കിരണേട്ടാ. എന്താ പറ്റിയത്? എന്തായാലും ഞാനൊരു കാര്യം അയച്ചിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്ത് നോക്ക്, എന്നിട്ട് വിളിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം കിരണേട്ടൻ എന്തോ അയച്ചിട്ടുണ്ടെന്ന്, എന്താ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് നോക്കുക. നോക്കിയതും അവർ ഞെട്ടിപ്പോയി. ആദർശാണ് അനഘയെ ചതിച്ചതെന്നും അനഘയെ തളർത്തി കിടത്തിയതെന്നും അനഘയ്ക്കൊരു കുഞ്ഞുണ്ട്, അതിനെ നയനെ ഏറ്റെടുത്ത് വളർത്തുകയാണെന്നും മൂർത്തിസ് ജ്വല്ലറിയുടെ MD ഒരു പെണ്ണുപിടിയനാണെന്നും ഒക്കെ ഒരു ന്യൂസ് വന്നിരിക്കുക. ഇതെല്ലാം കണ്ടതും നയനയുടെയും ആദർശിൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങോട്ട് കട്ട് ചെയ്യുന്നതിനെ, എന്താ ഇതൊക്കെ ചെയ്തത് ആരായിരിക്കും? ഇതൊക്കെ ചെയ്യാൻ ഒരാളേ ഉള്ളൂ, ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോയവൾ. പക്ഷെ അവൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അവളുടെ കൂടെ അഭിയുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അവള് ഒരാളുടെ സഹായമില്ലാതെ ഇത് ചെയ്യില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി. അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ പറഞ്ഞതൊക്കെ തിരുത്തി പറയേണ്ടി വരും. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്നും
അനഘയെ ചതിച്ചത് ആരാണെന്നും ഈ കുടുംബത്തെ തകർത്തത് ആരാണെന്നും എല്ലാം തിരിച്ചു തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഇവിടെ കുടുങ്ങാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ ആദർശേട്ടാ. ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കും എന്നും നയന പറയണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു